നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ പുതിയ സർക്കാരും മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനും അധികാരമേറ്റെടുത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഖ്യാപനങ്ങളെയും നയപരമായ തീരുമാനങ്ങളെയും എല്ലാം തന്നെ പൊതുസമൂഹവും രാഷ്ട്രീയ നിരീക്ഷകരും വലിയ താല്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നതും വിലയിരുത്തുന്നതൊക്കെ തന്നെ. നിർവഹണത്തിലും പൊതുപക്ഷത്തെ അഭിസംബോധന ചെയ്യുന്നതിലുമെല്ലാം തന്നെ വളരെയധികം സുതാര്യതയും ജനകീയതയുമൊക്കെ നമുക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. വി.ഡി. സതീശൻ തൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായി തന്നെ അതിന് യോജിച്ച രീതിയിൽ തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയൽ നീക്കങ്ങളൊക്കെ വേഗത്തിലാക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് രണ്ടും തന്നെ വളരെയധികം പൊതുജനങ്ങൾക്കിടയിൽ വളരെയധികം പ്രത്യാശയും ആശ്വാസവും നൽകുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഭാഗമായി നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ആയി വിഭവ സമാഹരണം വളരെ ഗൗരവമായി നടത്തുമെന്നും അതിന് മുൻഗണന കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അത് ധനകാര്യ വകുപ്പിനെ വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളത് തർക്കം ഇല്ലാത്ത കാര്യമാണ്. പിന്നെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ തുടർച്ച ഉണ്ടാകുമെന്നുള്ളതും അതും ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കൊപ്പം തന്നെ മുന്നോക്ക വിഭാഗങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നുള്ളതും വോട്ടർമാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. പക്ഷേ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ വാഗ്ദാനങ്ങളാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കായിട്ടുള്ള സൗജന്യ ബസ് യാത്ര, അത് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് മാത്രമാണ്. ഇവിടെ വലിയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമുള്ളൊരു നാടല്ല, തൊഴിലവസരങ്ങളില്ല, നമ്മൾ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. അപ്പോൾ അത് വെച്ച് നോക്കും. മറ്റ് കർണാടകയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വകുപ്പിന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ വകുപ്പിൽ നിന്ന് എടുത്ത് നികത്താവുന്ന രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ലാത്ത സംഗതി. നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് വിദേശത്തു നിന്നും ഒക്കെ വരുന്ന ഒരു ഇൻകമാണ്. നമ്മുടെ പുതുതലമുറ ഗൾഫ് രാജ്യങ്ങൾ UAE ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇതാണ്. പിന്നെ നഴ്സുമാരുടെ കാശ് മറ്റതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഈ സൗജന്യ ബസ് യാത്ര ഇപ്പോഴും ഒരു കീറാമുട്ടിയായിട്ട് എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കീറാമുട്ടിയായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതേപോലെ തന്നെ ഉപദേഷ്ടാക്കളിൽ നിന്ന് അവർ ചോദിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പ്രകാരം തന്നെ വളരെയധികം നഷ്ടം, കോടിക്കണക്കിന് നഷ്ടം വരും വകുപ്പിനും സർക്കാരിനും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതും കൂടി അത് ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തപ്പെടുക. മാത്രവുമല്ല ഒരു ശക്തമായ പ്രതിപക്ഷമാണ്. കാരണം കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം തന്നെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും സതീശൻ നയിക്കുന്ന സർക്കാരിനെ നേരിടേണ്ടി വരിക എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വി.ഡി. സതീശൻ മറ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെയധികം വായിക്കുകയും വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ
താല്പര്യമുള്ള ആളുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഈ 10 വർഷക്കാലം സുദീർഘമായ 10 വർഷക്കാലം അധികാരത്തിന് പുറത്തു നിന്ന് അധികാരത്തിൽ ഇരുന്നവർക്ക് സംഭവിച്ച വീഴ്ചകൾ സസൂക്ഷ്മം പഠിക്കുകയും അതിനെ സഗൗരവം ഗൃഹപാഠം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹത്തിന് ഡിപ്ലോമസി ഉണ്ട്. അതേപോലെ തന്നെ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായ വിവരവും ധാരണയൊക്കെ ഉള്ള ഒരു കക്ഷി തന്നെയാണ്. ഇല്ലെങ്കിൽ പഠിക്കാനും തയ്യാറാണ്. പക്ഷേ ഇത് മാത്രം പോരല്ലോ. ഭാഗ്യം മറ്റ് ഫാക്ടേഴ്സും കൂടി, മറ്റ് ഘടകങ്ങളും കൂടി അനുകൂലമാകേണ്ടതുണ്ട്. ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ, സാമ്പത്തികവും ഭൗതികവുമായ സാഹചര്യങ്ങളും എല്ലാം തന്നെ അനുകൂലമായാൽ തന്നെ ചിലപ്പോൾ ഒരു കലാമിറ്റി വന്നാൽ പോയി. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അന്താരാഷ്ട്രമായിട്ടുള്ളൊരു സാഹചര്യം മാറിയാൽ അതും പോയി. അത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ ബാധിക്കും. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും മതി. അപ്പോൾ അങ്ങനെ ഒരുപിടി മറ്റു സാഹചര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ, അല്ലെങ്കിൽ അത് വരില്ല എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ്റെ ഭരണം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് മറ്റ് ഭാരതത്തിൽ തന്നെ ആകെ കൂടി 5 സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ ഇനി കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരവസ്ഥയും കൂടി സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ വായടയ്ക്കുന്ന രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിനനുസരിച്ച് നമ്മുടെ പ്രതീക്ഷയ്ക്കും എക്സ്പെക്റ്റേഷനൊത്ത് അദ്ദേഹത്തിനും UDFനും ഉയരാൻ സാധിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. മാത്രമല്ല ഇന്നത്തോടുകൂടി സ്പീക്കറും സഭാനാഥൻ്റെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു. നല്ല പ്രവൃത്തി പരിചയവും അനുഭവസമ്പന്നനും ഒക്കെ ആയിട്ടുള്ള സുദീർഘകാലം നിയമസഭാ സാമാജികനായ ഒരു സഭാനാഥൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവിടെ സ്പീക്കറായിട്ട് കിട്ടിയിട്ടുള്ളത്. മന്ത്രിയായിട്ടും ഒക്കെ ഭരണപരിചയം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രക്ഷുബ്ധതയിലും സഭയെ വളരെ സംയമനത്തോടുകൂടി നയിക്കാൻ അദ്ദേഹത്തിനാകുമെന്നുള്ളൊരു വിശ്വാസവും നമുക്കുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വികസനം പ്രവർത്തനങ്ങൾ ധാർഷ്ട്യം ഒഴിച്ചു നിർത്തിയ നല്ലൊരു മുഖ്യമന്ത്രിയൊക്കെ തന്നെ ആണ്. ആ വികസന തുടർച്ചയില്ല എന്നുണ്ടെങ്കിൽ, അതല്ല എന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെട്ടിരുന്ന കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാനും കഴിയാനും ഒക്കെ അതിനൊക്കെ ഉള്ള കഴിവുള്ളൊരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഉള്ളത്. നന്നായി ഭരിച്ചാൽ ശ്രീ കോൺഗ്രസിനും UDFനും ശ്രീ വി ഡി സതീശനും നാട്ടുകാർക്കും നല്ലതാണ്. അതേസമയം തന്നെ പ്രതിപക്ഷത്തിൻ്റെ പണി കൃത്യമായി ചെയ്താൽ CPMനും നല്ലതാണ്. എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.